ഒരു കുട്ടി മധുരപലഹാരം വാങ്ങാനായി കടയിലേക്ക് എത്തുകയാണ്. കുട്ടി ആദ്യമായി തനിക്ക് വേണ്ട പലഹാരങ്ങളൊക്കെ കടക്കാരനോട് പറഞ്ഞെങ്കിലും കടക്കാരൻ അത് ഗൗനിക്കാതെ പിന്നീട് വന്ന മുതിർന്ന ആളുകൾക്കും മറ്റുള്ളവർക്കൊക്കെ അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കുകയാണ്. കുട്ടി ക്ഷമയോടെ കാത്തുനിന്നു. ചെറിയൊരു പരിഭവം ഉണ്ടെങ്കിലും കുട്ടി ക്ഷമയോടെ കാത്തുനിന്നു. ഈ വന്ന ആളുകളൊക്കെ പോയി, കുട്ടി മാത്രമായി. അപ്പോൾ കുട്ടി വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ ആണല്ലോ ആദ്യം ചോദിച്ചത്, എനിക്ക് ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ കടക്കാരൻ ആ കുട്ടിയെ തൻ്റെ കടയുടെ ഉള്ളിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു റൂം തുറന്ന് കാണിക്കുന്നു. അവിടെ പലഹാരങ്ങളുടെ വലിയ കലവറ. ഈ കുട്ടി ആവശ്യപ്പെട്ടതും ആവശ്യപ്പെടാത്തതുമായ വിവിധ ഇനം, ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. വലിയ സന്തോഷത്താൽ ഈ കുട്ടി പലഹാരങ്ങൾ വാങ്ങാൻ പക്ഷേ കുറച്ച് പണമേ കയ്യിലുള്ളൂ. ഇത് എല്ലാം വാങ്ങാൻ കഴിയില്ല, എല്ലാത്തിൽ നിന്നും കുറച്ച് വാങ്ങാനും കഴിയില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് കടക്കാരൻ പറയുന്നത്, നീ ഇഷ്ടമുള്ളതൊക്കെ എടുത്തോളൂ, നിനക്ക് സൗജന്യമാണ്. ഇന്ന് നിനക്കിത് സൗജന്യമാണെന്ന് പറയുന്ന ആ കുട്ടി സന്തോഷത്തോടെ ധാരാളം പലഹാരങ്ങൾ, വിവിധ ഇനം പലഹാരങ്ങളും വാങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മളുടെ പ്രാർത്ഥനകളെക്കുറിച്ചാണ്. നമ്മൾ പല ആവശ്യങ്ങളുമായി അള്ളാഹുവിനോട് നാം പറയുന്ന ഘട്ടങ്ങളിൽ ചിലപ്പോൾ ആ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നില്ല, പരിഗണിക്കപ്പെടുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നലുണ്ടാകാം. പക്ഷേ ക്ഷമയോടെ വീണ്ടും നാം നാഥനിലേക്ക് തിരിയുമ്പോൾ നാം ചോദിച്ചതിനേക്കാൾ മനോഹരമായ, ഏറ്റവും നമുക്ക് വയറ് നിറയുന്ന, മനസ്സ് നിറയുന്ന തരത്തിൽ നമുക്ക് തരാനുള്ള ഒരു തീരുമാനത്തിൻ്റെ തീരുമാനമുള്ളതുകൊണ്ടായിരിക്കും ആദ്യം നമ്മെ പരിഗണിക്കാതിരിക്കുന്നതൊക്കെ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴേക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന നിരാശ വിശ്വാസിയുടെ ഹൃദയത്തിലുണ്ടാകരുത്. മറിച്ച് വീണ്ടും വീണ്ടും നാഥനിലേക്ക് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നമ്മെ അവൻ പരിഗണിക്കുമെന്ന തികഞ്ഞ ബോധത്തോടെ പ്രവർത്തിക്കുന്നവനായിരിക്കാം വിശ്വാസി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.